കുട്ടിയെടുത്ത് 2 കൈയും നിവർത്തി കാണിച്ച് ചോദിച്ചു, എവിടെടി എന്റെ കൈമേല് കരി? അത് കേൾക്കാതെ ജാനുയെടുത്തി മുറിവിളി കൂട്ടി, അമ്മേ എന്റെ മുണ്ടിൽ അപ്പിടി ചെളിയാക്കി. ഞാൻ എന്താടി ചെറുമിയ? ആവോ, നീ ഒരു സുന്ദരി വന്നിരിക്കണു. കുട്ടിയെടുത്തി മുണ്ടഴിച്ച് ചുരുട്ടിക്കുട്ടി അവരുടെ മുഖത്തേക്ക് പുച്ഛത്തിൽ ഒരേറ് കൊടുത്തു. ഞാൻ വിചാരിച്ചു അത് നന്നായി, അവർക്ക് അങ്ങനെ വേണം. സുന്ദരിയാച്ചാ കുട്ടിയെടുത്തിക്ക് വലിയ നഷ്ടമില്ലല്ലോ. നിന്റെ നാമൂസ് എൻ്റെ അടുത്ത് വേണ്ടാട്ടോ മോളെ, കൊല്ലി ഞാൻ അടിച്ച് തിരിക്കും. വാ വാസേ. കുട്ടിയെടുത്തി എൻ്റെ കയ്യും പിടിച്ച് നടന്നു. ഇല്ലത്തെ മേലെ വളപ്പിലെ മാവിൻ ചൂട്ടിലേക്കാണ് നേരെ പോയത്. ഇല്ലത്തെ എല്ലാവരും ഉറങ്ങുകയാകും. മാങ്ങ എറിയാൻ പറ്റിയ സമയമാണ്. നമുക്ക് മാങ്ങ എറിയാം. കുട്ടിയെടുത്തേക്ക് എറിയാൻ വയ്ക്കുവോ? എന്താ എനിക്കെറിഞ്ഞ പെണ്ണുങ്ങൾക്ക് മാങ്ങ എറിയാൻ വയ്ക്കുവോ? എന്നാ കണ്ടോ. അതെനിക്ക് രസമായി തോന്നി. ആണുങ്ങൾക്ക് എറിയാനാവൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുട്ടിയെടുത്തേക്ക് എറിയാൻ വേണ്ട കല്ല് പെറുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, കല്ലെടുത്തെറിഞ്ഞാ ഒച്ച കേൾക്കും, തറി മതി. ഒച്ച കേട്ടാൽ കുഞ്ചു നമ്പൂതിരി മുറ്റത്ത് ചാടി തലയിൽ കൈവച്ച് നിലവിളിക്കും. അസത്താണ് കുഞ്ചു നമ്പൂതിരി. വീണ് കിടക്കുന്ന ഒരു മാങ്ങ കൂടി എടുക്കാൻ സമ്മതിക്കില്ല. കുട്ടിയെടുത്തി തറി വെട്ടി. നീ മാറി നിന്നോ. ഞാൻ ബഹുമാനത്തോടെ മാറി നിന്നു. കുട്ടിയെടുത്തി തറി വീശി എറിഞ്ഞു.